ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വഇത്റാതിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. The most respected our leader Sayyid Sadiq Ali Shihab Tangal, the chief guest Dr. Ashok Mittalji, Dr. Bahauddin Nadwi Sahib, E.T. Muhammad Bashir Sahib, P.V. Abdul Wahab Sahib, Sayyid Abbas Ali Shihab Tangal, Bashir Ali Shihab Tangal, Rashid Ali Shihab Tangal, Hamid Ali Shihab Tangal, Naeem and MLAs and all the dignitaries. എല്ലാവരുടെയും പേര് ഇവിടെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. I remember when the Youth League State Committee office was inaugurated. Mr. Firoz is here. യൂത്ത് ലീഗിൻ്റെ ഓഫീസ് ഉദ്ഘാടന സമയത്ത് അന്ന് കോവിഡ് ആയിരുന്നു. ആ സമയത്ത് കുറച്ച് ആളുകളാണ് പങ്കെടുത്തത്. അന്ന് ഞാൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും കടമെടുക്കുകയാണ്. ബുക്കർ ടി വാഷിങ്ടൺ എന്ന അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരനായ അടിച്ചമർത്തപ്പെട്ടൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഡിസയർ, ആഗ്രഹമെന്ന് പറയുന്നത് പഠിക്കുക എന്നായിരുന്നു. സ്കൂളിലേക്ക് പോകാനൊന്നും അന്ന് കറുത്ത വർഗ്ഗക്കാർക്ക് അനുമതിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം സ്ട്രീറ്റിലിരുന്ന് പഠിച്ച് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്ലീഡിങ് സ്കൂളിലേക്ക് പോവുക എന്നുള്ള ആ ഡ്രീം ഒരിക്കൽ സാധ്യമായി. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഐ ആം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ആ വാക്ക് കടമെടുത്തുകൊണ്ട് ഇന്ന് ഞാൻ പറയുകയാണ്, ഐ ആം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ഇന്ന് ഇവിടെ പറയാനുള്ള എല്ലാ കാര്യവും അസ്ലം ഇവിടെ പറഞ്ഞു, വൈകാരികമായി അദ്ദേഹം പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഈ ഒരു ദിവസം ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമായി മാറിയിരിക്കുകയാണ്. 2016 തുടങ്ങിയ യാത്ര ഒരുപാട് കടമ്പകൾ കടന്ന് ഇവിടെ എത്തിയ നാഥന് ഞാൻ സ്തുതിക്കുകയാണ്. First of all, I take this opportunity to thank Allah subhanahu wa ta'ala, to praise Him for being with us in every moment. Alhamdulillah. And also, I acknowledge the support from the man who always been with us to make this happen, Sayyid Sadiq Ali Shihab Tangal. He was instrumental to support. അദ്ദേഹം എല്ലാ കാര്യത്തിനും നമുക്ക് വലിയ രീതിയിൽ പിന്തുണ നൽകി. ഇത് ഞങ്ങൾ ഏൽപ്പിച്ചു, അതേൽപ്പിച്ച് ഇതെല്ലാം ചെയ്യാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെടുത്തിയതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിലാണ് ഇത് നമുക്ക് പൂർത്തീകരിക്കപ്പെട്ടത്. അദ്ദേഹത്തിനുള്ള നന്ദിയും ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ the man who always followed us, നമ്മുടെ ഈ ഒരു സംരംഭത്തിന് എല്ലാ രീതിയിലുമുള്ള ഫോളോ അപ്പും സിൻസ് 2016 till now a man was with us. That is none other than Dr. Ashok Mittalji, the Chancellor of Lovely Professional University. What a gesture he had done to us. Every time we come here, he gave a big hospitality. Last time we came, he provided us a lunch for all the guests, and he organized a big reception. All the guests who came with us. Pangane, yesterday night also, when our guest came, he had given a big dinner for all the guests here. So, on behalf of the organizing committee and all behalf of the leaders, I take this opportunity to extend my deep sense of gratitude for your valuable support and other kind of inspiration. ഇവിടെ ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല, ഞാൻ 2-3 അക്നോളജ്മെൻ്റാണ്. ഇവിടെ എല്ലാ കാര്യവും നമ്മുടെ അസ്ലം പറഞ്ഞിട്ടുണ്ട്. അസ്ലം 2016 മുതൽ ഈ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായി വന്ന് ഇവിടെ ടി വിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ടി വി ഇബ്രാഹിമിൻ്റെ
ഒരു തോട്ടാണ് ഇവിടെ ഒരു പള്ളി ഉണ്ടാവുന്നത്. കാരണം ഒരുപാട് ദൂരെ പോയി പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ട ഒരു ഗതികേടാണ്. അവർക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒരുപാട് ആൾക്ക് ജുമാ മിസ്സാവുന്നു, ഒരുപാട് ആളുകൾക്ക് നമസ്കാരം മിസ്സാവുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പള്ളി വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പള്ളി ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷേ 2016 മുതൽ ഇന്ന് വരെയും ഇവിടെ ഇപ്പോൾ അസ്ലമിൻ്റെ കൊളീഗായിട്ടുള്ള ആളുകൾ അവർ വളർന്ന് അവർ സെറ്റിൽഡായി ജോലി ചെയ്യുന്നു, പുറത്ത് വിദേശത്തുണ്ട്, നാട്ടിൽ കച്ചവടം ചെയ്യുന്നു. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെയും അസ്ലം മറ്റൊന്നും ചെയ്യാതെ ഈ പള്ളി നിർമ്മാണത്തിൻ്റെ വഴിയിൽ മാത്രം സഞ്ചരിച്ച് ഇത് പൂർത്തീകരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് കുഞ്ഞാലിക്ക് അവിടെ ഉണ്ട്. അദ്ദേഹത്തോട് പറയാണ്, നിങ്ങളുടെ മകൻ്റെ സേവനം ഈ 16 വർഷം ഒരു പക്ഷേ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു രീതിയിലും നിങ്ങൾ വിചാരിച്ച ഒരു മകൻ എന്ന രീതിയിലുള്ള സപ്പോർട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ ഒരു സാന്നിധ്യമായി മാറിയിട്ടുണ്ട്. ഒരിക്കലും അതൊരു ഈ 9 വർഷത്തെ യാത്ര ഒരിക്കലും നഷ്ടമായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല എന്നുകൂടി ഞാൻ ആ കുടുംബത്തോട് പറയുകയാണ്. പിന്നീട് നമുക്കിവിടെ എല്ലാ കാര്യത്തിലും ഫെസിലിറ്റേറ്റ് ചെയ്ത് തന്ന അബ്ദുൽ വഹാബ് സാഹിബ്, അദ്ദേഹത്തിൻ്റെ എ സ്റ്റോറി ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ടു ഫ്രണ്ട്ഷിപ്പ് വിത്ത് അബ്ദുൽ വഹാബ് സാഹിബ് ആൻഡ് മിത്തൽജി, ദാറ്റ് മെയ്ഡ് അസ് ദിസ് ഈസിയർ. ഇത് ഒന്നുകൂടി എളുപ്പമായി മാറ്റാൻ ഇവരുടെ തമ്മിലുള്ള സൗഹൃദമാണ് നമുക്ക് വലിയ അനുഗ്രഹമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ഒരു കടപ്പാട് ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹം എല്ലാ സമയത്തും എന്ത് വിളിക്കുമ്പോഴും ഒക്കെ ഉടനെ വിളിച്ച്, മിത്തൽജിയെ വിളിച്ചാൽ നമുക്ക് എല്ലാം എളുപ്പമാണ്. കാരണം വഹാബ് ഖാനെ വിളിച്ചാൽ പിന്നെ അതൊന്നും പറയണ്ട, പെട്ടെന്ന് എല്ലാം നമുക്ക് ഈസിയായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ബ്രിഡ്ജ് മെയ്ഡ് അസ് വെരി കംഫർട്ടബിൾ. പിന്നെ അതുപോലെ ഇതിൻ്റെ ആർക്കിടെക്റ്റ് മിസ്റ്റർ ജാസിം, അദ്ദേഹം ഒരു ആർക്കിടെക്റ്റ് അല്ല. ഇവിടെ അസ്ലം പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരുപാട് ക്ലയൻ്റ് ഉണ്ട്. ഓരോ ക്ലയൻറ്റിൻ്റെയും ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരോട് ഈ പള്ളിയുടെ കാര്യം പറഞ്ഞ് അതിനുള്ള സപ്പോർട്ട് വാങ്ങി ഏകദേശം വലിയൊരു തുക ജാസിം തന്നെ ആണ് ഇതിന് സംഘടിപ്പിച്ചു തന്നത്. അത് അമീർക്ക അദ്ദേഹം ആണ് ഈ പള്ളിയുടെ ഫുൾ ഇൻറ്റീരിയർ ചെയ്തത്. 22 ലക്ഷത്തോളം രൂപ നമ്മുടെ അൻവർ അമീനാണ് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ ക്ലയൻ്റാണ്. അപ്പോൾ കാക്കിയെക്കുറിച്ച് പറഞ്ഞു, കാക്കിയിൽ നിന്ന് 15 ലക്ഷം കടം വാങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞു പൈസ ഇല്ല. അപ്പോൾ കാക്കിയെ പറഞ്ഞു അത് കുഴപ്പമില്ല, അതിൻ്റെ വഴിക്ക് നെയ്യത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ള. അപ്പം അങ്ങനെ ഓരോരുത്തരും ഒരുപാട് പേര് ഇവിടെ വന്ന ഒരുപാട് ആളുണ്ട്. അവരെ എല്ലാവരും പേര് ഞാൻ പറയുന്നില്ല. ഒരിക്കൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നു. എല്ലാ മാസം നമ്മൾ മീറ്റിംഗ് കൊടുക്കും, പാണക്കാട് മീറ്റിംഗ് കൊടുക്കും. ഉസ്താദ് മഹദ് ഉസ്താദ് വരും, എല്ലാവരും വരും. ഞങ്ങൾ അവസാനം ഇത്ര ഫണ്ട് വേണമെന്ന് പറഞ്ഞ് നിരാശയോട് നമ്മൾ പിരിയലാണ്. പക്ഷെ ഒരിക്കൽ ഇത് നമ്മൾ, കാരണം ഇതൊരു ബാധ്യത, നമ്മൾ ഏറ്റെടുത്ത സാധനമാണ്. ഏറ്റെടുത്ത സാധനം നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ പണം തന്നിട്ടുണ്ട്. ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചീത്തപ്പേര് വരും. അന്ന് ഞങ്ങൾ കുറച്ച് ഫിലന്ത്രോഫിസ്റ്റിനെ, കുറച്ച് പിന്നെ സമ്പന്നരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ, ചെറുപ്പക്കാരായ സുഹൃത്തുക്കളാണ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പോലെ അനീഫ, റിയാസ്, അതുപോലെ അലി, ഇബിനു ഉള്ള ആളുകളൊക്കെ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നു. ആ പേര് വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. ഇവിടെ വന്ന് അന്ന് ഇതിൻ്റെ ഒരു 40% ഈ ഫ്ലോറിൽ ഇരുന്നിട്ടാണ്, ഇതിൻ്റെ മേലെ ഇരുന്നിട്ട് ഒരു യോഗം നടത്തി. അന്ന് അസ്ലം ഒരു കരഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് വലിയ തുക അവർ നമുക്ക് നൽകി. അതാണ് ഇതിൻ്റെ രണ്ടാമതായിട്ട് ഇന്ധനമായി നമുക്ക് മാറിയിട്ടുള്ളത്. അതിനുശേഷം പിന്നെ അന്നാണ് നാസ് ഇതിൻ്റെ ഭാഗമായി വരുന്നത്. നാസ് നമ്മുടെ ഫൈദ് അദർമാൻ സാഹിബ് ഉണ്ട്, അദ്ദേഹം അന്ന് വലിയ തുക തന്നിട്ടുണ്ട്. അപ്പോൾ അദർമാൻ വരണമെങ്കിൽ നാസ് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ നാസ് വന്നു. നാസ് പിന്നീട് ഓട്ടോമാറ്റിക്കായി ഇതിൻ്റെ ഭാഗമായി എൻ്റെ കൂടെ ദുബായിലേക്ക് വന്നു. പിന്നെ കാണുന്നവർ എല്ലാവരും പഞ്ചാബിലെ പള്ളിയെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഗ്രാഫ്, കടമുള്ള ഗ്രാഫ് അല്ലെങ്കിൽ ഇതിൻ്റെ തീർക്കാനുള്ള ആ തുക ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് വന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് വരെയും ഒരു കടമില്ലാതെ പോയിട്ടുണ്ട്. ഇനി കുറച്ച് ബാധ്യത ഉണ്ട്. അത് ഇവിടെ വന്ന ആളുകളൊക്കെ നമ്മൾ കുറച്ച് കണക്കാക്കിയിട്ടുണ്ട്. ഇവിടെ മാമാലിക്ക് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവരൊക്കെ അത് ഉദ്ദേശിച്ചാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് അവസരം ഉണ്ടെന്ന് കൂടി പറയാണ്. അപ്പോൾ നാസിൻ്റെ സേവനം ഞാൻ പറയാൻ കാരണം ഞാൻ തിരക്കിലാണ്. അസ്ലമാണെങ്കിൽ എല്ലാ ബേർഡിനും തലയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ലീഡ് ചെയ്യാൻ ഒരാൾ എന്ന നിലക്ക് നാസുള്ളത്, അത് റോക്കറ്റ് പോലെ ഫ്ലൈ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ നമ്മളെ കുട്ടിക്കുണ്ട് കേട്ടോ, അജ്ഫാൻ. മൂപ്പര് നമ്മളൊന്നും വാങ്ങിയിട്ടില്ല. മൂപ്പര് പഞ്ചാബിൽ മൂപ്പർക്ക് ഒരുപാട് അജ്ഫാൻ ഔട്ട്ലെറ്റ് ഉണ്ട്. വേണ്ട. അപ്പോൾ
പിന്നെ ഇൻഷാല്ല അവരെയും ഒക്കെ ഞാൻ റിക്കമെൻഡ് ചെയ്യുമ്പോൾ എല്ലാവരെയും കോട്ടക്കൽ തങ്ങൾ നമ്മുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സലീം മുല്ല വീട്ടിലിവിടെ ഉണ്ട്. അപ്പോൾ ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഇൻഷാല്ല ഇനി അതിഥികൾക്കുള്ള വഴി മാറി കൊടുത്തുകൊണ്ട് ഇനി വരെ ഇവിടെ വന്ന എല്ലാവരും ഇവിടെ ബാപ്പാൻ്റെ ഒരു ഇപ്പോൾ ഷുക്കൂറും മുസ്തഫയൊക്കെ ഉണ്ട്. ഇന്നലെ എയർപോർട്ടിൽ നിന്ന് ഞാൻ ബാംഗ്ലൂർ ഒന്നിച്ചാണ് വന്നത്. ഇപ്പോൾ നമ്മൾ പഞ്ചാബ് കാണാനല്ലേ വന്നത്. ബാപ്പയുടെ പേരിൽ പള്ളി ഉണ്ടാക്കുമ്പോൾ നമ്മളവിടെ ഇല്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അതുകൊണ്ട് ഒരുപാട് സാധാരണക്കാരായിട്ട് ആളുകൾ ഒരുപാട് പണം മുടക്കി എത്തിയിട്ടുണ്ട്. അതിൽ നമ്മുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് സാഹിബ് ഉണ്ട്. അതുപോലെ എല്ലാവരും പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ നമ്മളെ പാറക്കൽ നെരിക്കോളി പിന്നെ MLA മാരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊണ്ടൊരു വാക്കുകൾ സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും.